അപ്പൊ തേങ്ങ കയ്യിലെടുത്തിട്ടേ ഉള്ളൂ. എന്താ ഞാനിത് എടുക്കാൻ പാടില്ലേ? പാടില്ല. അരിയും കൂട്ടാനൊന്നും റെഡി ആയില്ലേ? 5 മിനിറ്റ് അമ്മയും കൂടി സഹായിച്ചാൽ പെട്ടെന്നാവും. വാ. ഞാൻ സഹായിക്കില്ല. സഹായിക്കത്തില്ല? ഇല്ല. എന്നാ പിന്നെ കുറച്ച് സമയം എടുക്കും. അരി എന്തോടി? അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അടുപ്പത്ത് കിടക്കുക, വെന്തിട്ടില്ല. ഇച്ചിരി വേവ് കൂടുതൽ അമ്മയായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, ഞാൻ ഈ സാക്ഷരത പഠിക്കാൻ പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ലേഡി. അമ്മ സാക്ഷരത പഠിക്കാൻ പോകുന്നത് കൊണ്ട് അരിക്ക് വേവ് കൂടുതലാന്നുള്ളത് ആദ്യത്തെ അറിവ്. അമ്മ എവിടെയെങ്കിലും എഴുതി വെക്കണം. എഴുതി വെപ്പിക്കോളൂ. ആ തേങ്ങയും കൂട്ടും. തേങ്ങ ഇവിടെ വേറെ ഉള്ളത് ഈ തേങ്ങയല്ലേ 3 ഉള്ളത്, പിന്നെ എന്തിനാ ഇതിന് ചോദിക്കുന്നേ? ഞാൻ കൊടുക്കത്തില്ല. കണ്ടോടാ അവളുടെ മൂച്ചു കണ്ടോ? ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൾ അരിയും വെച്ചിട്ടില്ല, കൂട്ടാനും വെച്ചിട്ടില്ല, ഒന്നുമില്ല. എന്തുവാടി പുഷ്പ ഇത്? നിനക്കറിയാവുന്നല്ല അമ്മയ്ക്ക് രാവിലെ ക്ലാസ്സിന് പോകണ്ടാന്ന്. ഭക്ഷണം എങ്കിലും റെഡി ആയി കൊടുക്കണ്ടേ മനുഷ്യർക്ക്? പോകുന്ന സമയമൊക്കെ റെഡി ആവും. അതൊക്കെ റെഡിയാവും. നോക്കടാ, തേങ്ങ പൊതിച്ചോണ്ട് നിൽക്കുന്നു. എപ്പോ ഞാൻ പോവാനാ? എന്തുവാടാ ഇത്? നീ ഒന്ന് ചോദിക്കടാ അങ്ങോട്ട്, തൂണു പോലെ നോക്കിക്കാതെ. ഇത് മര്യാദകളാണ് പുഷ്പ. അമ്മക്ക് കഴിക്കേണ്ട സമയം അമ്മക്ക് ഫുഡ് കിട്ടിയാ പോരെ? ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ച് തരും പോരെ? നീ എന്നെ സ്കൂളിൽ വിടാതിരിക്കാൻ മനഃപൂർവ്വം ഇവിടുന്ന് അവൾ ഇറങ്ങിപ്പോയതാ. ഞാൻ കണ്ടതാ, കുറെ നേരമായി ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ എപ്പോ പോയതാടി? ഇത് എവിടെ ഇറങ്ങിപ്പോയി? എനിക്കറിഞ്ഞൂടെ, ചോദിച്ചു നോക്കൂ. അത് ഞാൻ കുടുംബശ്രീയിൽ ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ, അല്ലാതെ അമ്മ എന്നെ വൈകിക്കാൻ വേണ്ടിട്ടൊന്നല്ല. അത് പുതിയ അടവാണല്ലോ. കുടുംബശ്രീയിൽ അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാൻ നീ അങ്ങോട്ട് ആൾക്കാരുടെ വീട്ടിൽ ചെല്ലുവോ? എടി അവരിവിടെ അല്ലേടി വരേണ്ടത്? മോനെ, അതെങ്ങനെയാ അവിടെ വരുന്നത്? അവരിങ്ങോട്ട് വന്നാ ഇവക്കടെ ഈ വിളയാട്ടെല്ലാം കൂടെ നമ്മള് കാണൂല്ലേ? അതിന്റെ വിഷമം നോക്കും. ആവശ്യക്കാർ ഇവിടെ വന്നാല് നിങ്ങളെ രണ്ടാളെ വിളയാട്ടങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് പൂരിപ്പിച്ചു കൊടുത്തത്. നിനക്കിപ്പോ അല്ലെങ്കിൽ കുടുംബശ്രീക്കാരോടാണല്ലോ സ്നേഹം കൂടുതൽ. ഞാൻ എൻ്റെ കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ്. അപ്പൊ അവരെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ എനിക്ക് നിങ്ങളുടെ അമ്മയുള്ളൂ. കണ്ടോ, ആ കുടുംബശ്രീയിലെ നോണ പറയുന്ന പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നെന്ന്. കണ്ടോ? ഇങ്ങോട്ടൊക്കെ എന്റെ കുടുംബശ്രീയിലെ ആൾക്കാരെ പറയാൻ നിന്നാൽ ഞാൻ ഉണ്ടല്ലോ, ഒരു ഫോൺ കോളിലെ ആൾക്കാർ മുറ്റത്തെത്തും. എല്ലാരും വരും. ഇങ്ങോട്ട് വരട്ടെ. വരും. അഭിഷേകായിരിക്കും ഇവിടെ വന്നിട്ട്. പിന്നെ ഞങ്ങളുടെ എന്റെ അടുക്ക ആരും ഒന്നും മിണ്ടൂല. നിർത്തിക്കേ. എടി നിനക്ക് അവരായിരിക്കും വലുത്, പക്ഷെ എനിക്ക് എന്റെ അമ്മയാ വലുത്. അതുകൊണ്ട് പെട്ടെന്ന് കറി റെഡിയാക്കി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? അതെയാ, അമ്മയാ വലുത്. പിടിക്കും. ഈ തേങ്ങ പൊതിച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കി പാർസലാക്കിട്ട് കൊടുക്ക്. ആരാണെങ്കിലും എനിക്ക് ചോറും കറിയും റെഡിയാവണം. ഞാൻ ഇപ്പൊ ഒരുങ്ങാൻ പോവാണ്. എല്ലാം റെഡിയാക്കി വെച്ചോണം. എനിക്ക് ആരുണ്ടാക്കി തരുന്നത് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. കേട്ടോ? ഹലോ ഹലോ, ഇങ്ങോട്ട് വാ. ഒരു 5 മിനിറ്റ് എന്നെ സഹായിക്കാൻ പറ്റുമോ? സൗകര്യമില്ല എനിക്ക് സഹായിക്കാൻ. നിന്റെ പെണ്ണുങ്ങളോട് പറ സഹായിക്കാൻ. എത്ര നേരമായി പള്ളിക്കുറിച്ച് ഇപ്പൊ എല്ലാരും വന്നു കാണും. ടീച്ചർ എന്നെ വഴക്ക് പറയാൻ വേണ്ടിയല്ലടാ. ടീച്ചർ എന്നെ വഴക്ക് പറയത്തില്ലേ? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് എങ്ങാണ്ടൊക്കെ ചുറ്റിയ പോലായി. ഞാൻ ഈ 4 പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞു. ഇനി ഇപ്പൊ ഈ പ്രായത്തിൽ ഇതിനെയും കൂടി ഞാൻ വിടണം സ്കൂളില്? ഞാൻ സ്കൂളിൽ പോകുന്ന എന്നാ കുഴപ്പം? ഞാൻ റിലാക്സ് ആയി നിന്നാ വിചാരിച്ചത് ഇത്ര ഏജിൽ. ഇനി നിങ്ങൾക്കും കൂടി പാക്കാക്കി ഞാൻ അയച്ചു തരാം. അതെ, പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച് ശീലിക്കണം, എന്നാലേ ഇതിന്റെയൊക്കെ വില മനസ്സിലാവും. കണ്ടോ, നോട്ട് ദി പോയിന്റ്. ഒന്ന് സഹായിക്കടി. ഇല്ല, ഞാൻ ചെയ്യത്തില്ല. നേരത്തെ കുറെ എന്തൊക്കെയാ ഇളക്കുന്ന കേട്ടല്ലോ. ഇഷ്ടംപോലെ പച്ചത്തേങ്ങ ഉണ്ടല്ലോ, ഈ ഉണക്ക മാത്രമേ കണ്ടുള്ളൂ. അത് നേരം കളയാനാടാ, നേരം. നിങ്ങളല്ലേ എന്നോട് തേങ്ങ കടി കൂടിയത്? പിടിക്കും, ഇത് ഞാൻ പിടിക്കാം. എനിക്കിപ്പോ സൗകര്യമില്ലടി, എനിക്ക് സൗകര്യമില്ല. എടി ചോറും കറിയും ഉണ്ടാക്കി വെച്ചോണം. എന്റെ സമനില ചെയ്യത്തില്ല. ഇത്ര നേരം ചെയ്തു തരാന്ന് വിചാരിച്ചത് ഇനി ഒട്ടും ചെയ്യത്തില്ല. എന്റെ പുസ്തകം ചുരുട്ടിക്കൂട്ടി കളയുന്നുണ്ടല്ലോ. പുസ്തകത്തെ കളയുന്നോ? ഭഗവാനെ, പഠിച്ച് 4 അക്ഷരത്തിൽ ഉണങ്ങിയ തേങ്ങ ഉരിച്ചോ. നീ കൊണ്ട് പുഴുങ്ങി തിന്നടി. നമുക്ക് തേങ്ങ ഇടാത്ത കറി വെക്കാം. തലതെറിച്ച പെണ്ണാടാ. ഏത് നേരത്തെ നിങ്ങൾക്ക് എല്ലാം കൂടെ എന്റെ തല വെക്കാൻ തോന്നി? മറന്നേ, അങ്ങോട്ട് പോ. പെട്ടെന്ന് റെഡിയാക്കിക്കോണം. അടുക്കളയിലോട്ട് പോ. തേങ്ങ ഇത് പൊതിച്ചിട്ട് നടക്കത്തില്ല. അങ്ങോട്ട് പോയേ. ഇവിടെ കേറാൻ ഇച്ചിരി പാടാണല്ലോടാ. അല്ലൊക്കെ കുറച്ച് കഴിക്കണം, വെയിറ്റ് കൂടിയതാ കുഴപ്പം. കഴിക്കുന്നതിന് പറഞ്ഞോടാ തള. അങ്ങനല്ല, നിന്റെ വെയിറ്റ് എന്നാ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്.
രണ്ടെണ്ണം കൂടെ തുടങ്ങിയിരിക്കുക